ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ 63-കാരന് ദാരുണാന്ത്യം. പന്നിയാർ സ്വദേശിയായ ജോസഫ് വേലുച്ചാമിയാണ് മരിച്ചത്. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ കാട്ടാനക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു. മരണത്തിന് കാരണം വനം വകുപ്പിന്റെ വീഴ്ചയെന്ന ആരോപണം. RRTയെ അറിയിച്ചെങ്കിലും ആനയെ തുരത്താതെ മടങ്ങി. സംഘം മടങ്ങി അരമണിക്കൂറിനുള്ളിൽ ആക്രമണമുണ്ടായെന്നും വാർഡ് മെമ്പർ മുരുകൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. പുറകെ എൻ്റെ വീടിന് 1/2 കിലോമീറ്റർ അടുത്തൊരു 14 എണ്ണയാണ് ഉണ്ടായിരുന്നത്. ഇത് അറിഞ്ഞിട്ട് ഞാൻ ഫാറസ്റ്റ് വിളിച്ച് പറഞ്ഞ് അവർ ഒരു മണിക്കൂറിൽ എത്തി. RRT വന്നു. അവരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ വീട് പുറകെ നിൽക്കുന്നുണ്ട് ഇയാളെന്ന് പറഞ്ഞു. ഇവർ പോയിട്ട് വന്നിട്ട് തിരിച്ചു വന്നു. ഇനി ഇപ്പോൾ ഈ സമയത്തിൽ വരട്ടാൻ പറ്റില്ല, രാവിലെ 8 മണിയായി പണിക്കാർ അങ്ങോട്ടും കൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അക്കരയിൽ കടത്തിവിടാൻ പറഞ്ഞു. ഇവർ അത് കേട്ടിട്ടില്ല. ഞാൻ വണ്ടിയിലൊക്കെ ചാവിയെ ഊരി, ഫാറസ്റ്റ് വണ്ടിയെ ചാവിയെ ഊരി വെച്ചു. നിങ്ങൾ വരട്ടിയിട്ട് തന്നെ പോകണമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ ഈ ചാവിയെ ഊരി വെച്ചിട്ട് ചാവി കൊടുക്കാതെ അവർക്ക് എനിക്ക് വാക്കുതർക്കം ഉണ്ടായി. ഈ ആനയെ വരട്ടാതെ പോകാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ അവർ വിശക്കുന്നുണ്ട്, ഞങ്ങൾ പോയിട്ട് വന്നേക്കാമെന്ന് പറഞ്ഞ് പിന്നെ ചാവിയെ കൊടുത്ത് അവർ പോയിട്ട് വന്നേക്കാമെന്ന് പറഞ്ഞ് അവർ അതോട് പോയി ഒരു 1/2 മണിക്കൂറിലെ ആന അടച്ചിട്ട് 1/2 മണിക്കൂറിൽ ഞാൻ സ്പാട്ടിലേക്ക് എത്തി. ഞാൻ പോയി ആന മരിച്ച സ്ഥലത്തിൽ ഒരു 1/2 മണിക്കൂർ അവരെ 1 മണിക്കൂർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫോറസ്റ്റ് ചാനലുകാർ എല്ലാവരെയും ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞു. ഇപ്പോൾ അവിടെ വെച്ചിട്ട് അതിനുശേഷം തന്നെ 1 മണിക്കൂർ പറഞ്ഞിരുന്നതിന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും പോലീസെല്ലാം വന്ന് ശവത്തെ കൊണ്ടുവന്ന് ഞാനിവിടെ കുർലാശിലെ ആശുപത്രി കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് ആഷിഖ് നൽകും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. ആഷിഖ്, അത്യന്തം ദാരുണമായൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ അപകടം? അതുപോലെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെക്കെതിരെ ഉള്ള മൊഴിയാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്താണ് അവിടെ നടന്നത്? രവതി, ഈ അപകടം നടന്ന ചിന്നക്കനാൽ ചൂണ്ടൽ നിരന്തരം ആനകളുടെ ശല്യമുള്ള ഇടമാണ്. മുൻപ് അരിക്കൊമ്പൻ അടക്കമുള്ള വമ്പൻ ആനകൾ വലിയ ശല്യം സൃഷ്ടിച്ചിരുന്ന ഇടമാണ്. അവിടുത്തെ ഇപ്പോൾ നിലവിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആനയാണ് ചക്കക്കൊമ്പൻ എന്ന് പറയുന്നത്. ചക്കക്കൊമ്പന്റെ ആക്രമണത്തിലാണ് ഇപ്പോൾ ജോസഫ് എന്ന ഇയാൾ മരിച്ചിരിക്കുന്ന 63-കാരൻ മരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ സജീവമായി പ്രവർത്തിക്കേണ്ട ആനകളെ തുരുത്തേണ്ട ചുമതലയുള്ള RRT സംഘത്തിന്റെ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പറയുന്നത്. രാവിലെ തന്നെ ഏതാണ്ട് 14 ആനകളുടെ സംഘം അവിടെ തമ്പടിച്ചിരിക്കുക. അതിന്റെ ചുമതലപ്പെട്ടവർ ജനപ്രതിനിധികളടക്കം വനം വകുപ്പിനെ അറിയിച്ചിട്ടും അവിടെ എത്തിയ RRT സംഘം വ്യക്തമായ നടപടികൾ എടുക്കാതെ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചത് എന്നാണ് പറയുന്നത്. നമുക്കപ്പോൾ ഈ ജനപ്രതിനിധി കൂടിയായ മുരുകൻ ചേരുന്നുണ്ട്. ചേട്ടാ, വേണ്ട രീതിയിൽ RRT സംഘം ഇടപെട്ടില്ല എന്നുള്ളത് കാര്യമായിട്ട് ഇടപെട്ടിട്ടില്ല, അതിൽ 100% ഉറപ്പാണ്. എന്താന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് വിളിച്ച് പറഞ്ഞ ആന ഉണ്ടെന്ന് പറഞ്ഞ് അവർ 7 മണിക്ക് വന്നു. 7 മണിക്ക് വരുമ്പോൾ അവരോട് പറഞ്ഞ് ആളുള്ള സ്ഥലത്തെ കാണിച്ച് യാനയെ കാണിച്ചിട്ട് അവർ 2 പടക്കം പിടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വന്നേക്കാം, ഒരു 4 മണിക്ക് വരാം, ഇപ്പോൾ യാനയെ വരട്ടാൻ പറ്റില്ല, അതിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് പണിക്കാർ പോകുന്ന സമയങ്ങളിൽ ഏതെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞു. അവർ കേട്ടിട്ടില്ല. വണ്ടി എടുക്കാൻ പോയി. ഞാൻ ചാവിയെ ഊരി, വണ്ടിയെ ചാവി ഊരിട്ട് 1 മണിക്കൂർ വണ്ടി ചാവിയെ കൊടുത്തിട്ടില്ല. അവർ കയ്യിൽ ഫാറസ്റ്റ് ചാവി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 1 മണിക്കൂർ കൊടുത്തില്ല. പിന്നെ അവർ വിശക്കുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ പിന്നെ പോയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വന്നേക്കാന്ന് പറഞ്ഞ് ചാവിയെ കൊടുത്തുവിട്ട് ഭക്ഷണം കഴിച്ച് വന്നേക്കാന്ന് പറഞ്ഞു. ആ സമയത്തിൽ അടിച്ചു. പക്ഷേ വലിയ ഗുരുതരമായ ആരോപണമാണ് വനംവകുപ്പിനെതിരെ ഉയരുന്നത്. തീർത്തും വലിയ അപകടകരമായ സാഹചര്യം. ഏതാണ്ട് 14ഓളം ആനകൾ തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്ത് വിവരം അറിയിച്ചിട്ട് കൂടി RRT സംഘം വേണ്ട രീതിയിൽ ഇടപെട്ടില്ല. കൂടാതെ സ്ഥലത്തെത്തിയ RRT സംഘം നടപടികൾ സ്വീകരിക്കാതെ മടങ്ങി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണം ഉയരുന്നു. നിരന്തരമായി ഇത്തരം അപകടങ്ങൾ സംഭവിച്ച ഇടമാണ്. മുൻപും ആനയുടെ ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടുത്തെ റേഞ്ച് ഓഫീസർ, ദേവികുളം റേഞ്ച് ഓഫീസർ ചേരുന്നുണ്ട്. സർ, RRT സംഘം വേണ്ട രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണല്ലോ പറയുന്നത്. നമുക്ക് ചെയ്യാവുന്ന സംവിധാനങ്ങൾ വെച്ചിട്ട് എല്ലാ ഇതും ചെയ്തിട്ടുണ്ട്. അവരേതാണ്ട് അതിനൊരു 15 മിനിറ്റ് മുന്നെയാണ് അവിടുന്ന് തിരിച്ചു പോകുന്നത്. ആനയെ ഒരു വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം.